സ്വകാര്യ ലാബിനെതിരെ പരാതിയുമായി തിരുവനന്തപുരം ഉഴമലക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാകുമാരി. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ നടത്തിയ പരിശോധനയ്ക്ക് മറ്റൊരാളുടെ റിപ്പോർട്ട് മാറി നൽകിയെന്നാണ് പരാതി. 1.5 മാസമില്ലാത്ത രോഗത്തിനും ലതയ്ക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകാൻ പോയപ്പോഴും മോശം അനുഭവമാണ് ഉണ്ടായതെന്നും ലതാകുമാരി ആരോപിക്കുന്നു. മാസം മുൻപാണ് ലതകുമാരിക്ക് സ്ട്രോക്ക് വന്നത്. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. തുടർ ചികിത്സകൾ മെഡിക്കൽ കോളേജിലും പാലിയേറ്റ് കെയർ വഴിയും കുളപ്പട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും നടന്നുവരുന്നു. ചികിത്സയുടെ ഭാഗമായി ഡോക്ടർ രക്തം പരിശോധിക്കാൻ ലതയോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളൂർ DDRCയിൽ ലത പോയത്. രക്തപരിശോധനയ്ക്ക് ശേഷം ലതയുടെ പരിശോധന ഫലത്തിനൊപ്പം അനീഷ് എന്നയാളുടെ പരിശോധന ഫലവും ഒരുമിച്ച് പിൻ ചെയ്തു കൊടുക്കുകയായിരുന്നു. 1.5 മാസം ഇല്ലാത്ത രോഗത്തിനു കൂടി ലത മരുന്ന് കഴിച്ചു. റിസപ്ഷനിരുന്ന കുട്ടിയുടെ മിസ്റ്റേക്കാണ്, ഞങ്ങളെ മിസ്റ്റേക്കല്ല. ഇത് ഞങ്ങൾ ഇയാൾക്കില്ല. നിങ്ങൾ റിസപ്ഷനിലിരുന്ന കുട്ടിയുടെ പേരിൽ പരാതി കൊടുക്കാൻ. പഴയ അസുഖത്തിന് നീരൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ദേഹം മൊത്തവും നീരായി. കാരണം ശ്വാസം വിടാൻ പറ്റുന്നില്ല. തൈറോയിഡിന്റെ ഗുളികയൊക്കെ കഴിച്ച്. ലതയുടെ സഹോദരൻ DDRCയിൽ വിവരങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അനീഷിനും ലതയ്ക്കും ഒരേ രോഗമാണ്, ആയതിനാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് മറുപടി പറഞ്ഞ് ലാബ് ജീവനക്കാർ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. ഡോക്ടർ സാധാരണ ഈ ഫ്രണ്ടിലുള്ള ഈ ലതകുമാരിയുടെ റിസൾട്ടിൻ്റെ കോപ്പിയാണ് നോക്കുന്നത്. രണ്ടാമത്തെ പേരാണെന്ന് നോക്കില്ല, അത് ട്രീറ്റ്മെൻറ്റ് കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതിൽ തൈറോയ്ഡ് കൂടുതലാണ്. യഥാർത്ഥത്തിൽ ലതയ്ക്ക് തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഡോക്ടർ തൈറോയ്ഡിൻ്റെ ഗുളികയും കൂടി കൊടുക്കുകയുണ്ടായി. ഉള്ളൂർ DDRCയിലെത്തി വിവരങ്ങൾ പറഞ്ഞെങ്കിലും ലതയെ അധിക്ഷേപിക്കുകയും ലാബ് അധികൃതർ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയുമാണ് ഉണ്ടായത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകാൻ പോയപ്പോഴും ലതയ്ക്ക് മോശം അനുഭവമാണ് നേരിടേണ്ടി വന്നത്. എന്തടിസ്ഥാനത്തിൽ പരാതി നൽകാൻ വന്നുവെന്ന് ചോദിച്ച് വാദിയെ പ്രതിയാക്കുന്ന തരത്തിൽ വിരട്ടി ലതയെ പോലീസ് പറഞ്ഞു വിടുകയായിരുന്നു. നീതി നടപ്പിലാക്കേണ്ടവരിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നതിൽ കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും ലത പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.